നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബിജെപി നേതാക്കളുടെ പ്രവാചക വിരുദ്ധ പരാമർശത്തിൽ കുവൈത്തിൽ ഇന്ത്യക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയ പ്രവാസികളെ കഴിഞ്ഞ ദിവസം കുവൈത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കുവൈത്തിൽ പ്രകടനം നടത്തിയ പ്രവാസികളിൽ ഇന്ത്യക്കാരുമുണ്ടെന്നാണ് സൂചന. പ്രതിഷേധ പ്രകടനം നടത്തിയവരെ നാട് കടത്തുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇക്കൂട്ടത്തിൽ ഇന്ത്യക്കാരും ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവർക്ക് ഇനിമേൽ കുവൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിനും വിലക്കേർപ്പെടുത്തുമെന്നാണ് വിവരം. കുവൈറ്റിലെ നിയമമനുസരിച്ച് പ്രവാസികൾക്ക് സമരങ്ങളോ പ്രകടനങ്ങളോ നടത്താൻ അനുമതിയില്ല. പ്രകടനത്തിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ നാട് കടത്തുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ നിയമം പരസ്യമായി ലംഘിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തന്നെ ഉത്തരവിട്ടിരുന്നു. ഫാഹേൽ ഏരിയയിലായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പ്രകടനത്തിന്റെ ഭാഗമായ എല്ലാ പ്രവാസികളെയും അറസ്റ്റ് ചെയ്ത് നാട് കടത്താൻ തന്നെയാണ് കുവൈറ്റിന്റെ ഉറച്ച തീരുമാനം. പ്രതിഷേധിച്ചവരെ നാട് കടത്തുമെന്നുള്ള വാർത്തകൾ ഇന്നലെ തന്നെ വന്നിരുന്നുവെങ്കിലും പ്രതിഷേധിച്ചവരുടെ കൂട്ടത്തിൽ ഇന്ത്യക്കാരുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നു. പ്രവാസികൾക്കായുള്ള തൊഴിൽ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നിയമങ്ങളും കർശനമായി പാലിക്കുന്ന ഗൾഫ് രാജ്യമാണ് കുവൈത്ത്. ഇവിടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ പത്രപ്രവർത്തകനാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. പരിപാടിയിൽ നിരവധി പ്രവാസികൾ പങ്കെടുത്തതായാണ് റിപ്പോർട്ട്. നിയമലംഘനം എന്ന ഗുരുതരമായ കുറ്റം ആരോപിച്ചാണ് ധർണയിൽ പങ്കെടുത്ത പ്രവാസികൾക്കെതിരെ അധികൃതർ നടപടിയെടുക്കുന്നത്. ഇവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കിക്കൊണ്ട് കുറ്റവാളികൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുകയാണ് അധികൃതരുടെ ലക്ഷ്യം. പ്രവാസികൾ സംഘടിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള സമരങ്ങളിലും പ്രതിഷേധ പരിപാടികളിലും പങ്കെടുക്കുന്ന മറ്റു പ്രവാസികൾക്കും ഇതേ നടപടികളാണ് കാത്തിരിക്കുന്നത് എന്നും അധികൃതർ കഴിഞ്ഞ ദിവസം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.